തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി ഔദ്യോഗിക സംവിധാനങ്ങളെ മുഴുവൻ ഈ ഗവൺമെന്റ് ഉപയോഗിക്കുകയാണ്. ഏറ്റവും അവസാനം പുറത്തു വന്നത് ഡാറ്റ മോഷണമാണ്. ജീവനക്കാരുടെ ശമ്പളം കൊടുക്കുന്ന സ്പാർക്കിൽ നിന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് ഡാറ്റ മോഷണം നടത്തിയിരിക്കുന്നത്. ഡാറ്റ മോഷണം പാടില്ല എന്ന് ഹൈക്കോടതി വിധിയുണ്ട്, നിയമങ്ങളുണ്ട്. ഒരാളുടെയും വ്യക്തിപരമായ വിവരങ്ങൾ അയാളുടെ അനുവാദമില്ലാതെ പുറത്തു കൊടുക്കാൻ പാടില്ല. അപ്പൊ സ്പാർക്കിൽ നിന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ സോഷ്യൽ മീഡിയ വിഭാഗം എങ്ങനെയാണ് ഈ ഡാറ്റ മോഷണം നടത്തിയത്? അവർക്കെതിരായി കേസെടുത്ത് അന്വേഷണം നടത്തണം. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇത് ചെയ്ത സംവിധാനത്തിനെതിരെ ഡേറ്റ മോഷണമാണ്. ഞങ്ങൾ നിയമപരമായ നടപടികൾ സ്വീകരിക്കാൻ പോവാണ്. നേരത്തെ നവകേരള സർവേ നടത്താൻ പോയി. നവകേരള സർവേ നടത്താൻ പോയത് ആദ്യം പാർട്ടിയാണ് സർക്കുലർ ഇറക്കിയത്, വോളണ്ടിയർമാരാകണം ഡിവൈഎഫ്ഐക്കാർ. അതിനുശേഷമാണ് അവർക്ക് പണം കൊടുക്കാൻ വേണ്ടി സർക്കാർ ഉത്തരവിട്ടത്. അപ്പൊ സർക്കാരിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം നാട്ടുകാരുടെ നികുതി പണത്തിൽ നിന്നും ഡിവൈഎഫ്ഐക്കാരെ കൊണ്ട് ചെയ്യാനുള്ള ശ്രമമാണ് കോടതി തടഞ്ഞത്. കോടതി ഉത്തരവിലൂടെ അത് തടഞ്ഞു. ഞങ്ങളാണത് ചോദ്യം ചെയ്തത് കോടതിയിൽ. ഇപ്പൊ അതിനുവേണ്ടി സുപ്രീം കോടതി പോയിരിക്കുകയാണ്. അതായത് ഞാനും നിങ്ങളും അടയ്ക്കുന്ന നികുതി പണം കൊണ്ട് ഡിവൈഎഫ്ഐക്കാർക്ക് പൈസ കൊടുത്ത് തെരഞ്ഞെടുപ്പ് CPM-ന് പ്രചരണം നടത്തണം. പല ജില്ലകളിലും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് പറഞ്ഞിരിക്കുകയാണ് സർക്കാരിന്റെ നേട്ടങ്ങൾ ട്രൈബൽ കോളനികളിൽ പോയി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ വിവരിച്ചു കൊടുക്കണമെന്നുള്ളതാണ്. ഔദ്യോഗിക സംവിധാനങ്ങളെ മുഴുവൻ ഇവർ ദുരുപയോഗം ചെയ്തുകൊണ്ട് ക്യാമ്പയിൻ നടത്തുകയാണ്. വ്യാപകമായിട്ടാണ് തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ നടത്തുന്നത്. കോടികളാണ് PRD മുടക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങി, PRD-യെ കൊണ്ടിട്ട് തുടങ്ങി വ്യാപകമായിട്ട്. വിവിധ വകുപ്പുകളെ കൊണ്ട് ഇത് ചെയ്യാണ്. ഡേറ്റ മോഷണം വരെ നടത്തിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇതിനെതിരായിട്ട് അതിശക്തമായ രാഷ്ട്രീയവും നിയമപരവുമായ നടപടികൾ ഞങ്ങൾ ശക്തമായി സ്വീകരിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.